ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആദ്യം നമുക്കൊരു വീഡിയോ കാണാം, എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ ഖുർആൻ എൻ്റെ കയ്യിൽ യാസീൻ്റെ സൂറത്ത് എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇന്ന നിക്കാഹ് ചെയ്തത് പരിശുദ്ധമാക്കപ്പെട്ട കഅബൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ സാക്ഷ്യം വെച്ച് കോടാനുകോടി ജനങ്ങളുടെ നടുവിൽ പഠിച്ചവനെ സാക്ഷ്യം വെച്ചാണ് ഞാൻ എന്നെ നിക്കാഹ് കഴിച്ച് എൻ്റെ കൂടെ കൂട്ടിയത്. എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് പല സാഹചര്യങ്ങൾ വേണ്ടിയിട്ടും ഈ 5 വർഷം കൊണ്ട് നിന്നെ പലപ്പോഴും തള്ളി പറയേണ്ടി വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഖുർആൻ തൊട്ട് സത്യം അള്ളാഹുവിൻ്റെ ഭവനത്തിലിരുന്ന് ഈ യാസീനിൽ കൈവച്ച് ഖുർആൻ തൊട്ട് സത്യം ഞാൻ പറയുന്നു. ഇനി മേലാൽ എന്തിൻ്റെ പേരിലാണെങ്കിലും എൻ്റെ മുത്തിനെ ഞാൻ അകറ്റി നിർത്തൂല. അള്ളാഹുവാണ് സത്യം, യാസീനാണ് സത്യം, ഇതിൻ്റെ അള്ളാഹുവാണ് സത്യം, യാസീനാണ് സത്യം. എൻ്റെ മരണം വരെ എൻ്റെ മുത്തിനെ ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധം നോക്കും, എൻ്റെ കൂടെ കൂട്ടും, എൻ്റെ കൂട്ടത്തിൽ ജീവിപ്പിക്കും. എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ കൂടെ കൂട്ടും, ജീവിപ്പിക്കും. ഇനി ആർക്ക് വേണ്ടിയിട്ടും മറ്റാർക്ക് വേണ്ടിയിട്ടും എൻ്റെ മുത്തിനെ ഞാൻ തള്ളി പറയില്ല. ഖുർആനാണ് സത്യം. അസ്സലാമു അലൈക്കും. കണ്ടല്ലോ, ഇവൻ്റെ പേര് ജംഷിദ് എന്നാണ്. ഇവൻ ഇപ്പോൾ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. മലപ്പുറം സ്വദേശിയാണ്. അത് പറയുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം മലപ്പുറത്തുള്ള ഒരാളും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിക്കത്തില്ല. ഇനിയിപ്പോൾ ഇവൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ 5 വർഷം മുമ്പ് ഒരു സഹോദരിയെ വിവാഹം ചെയ്തു. രണ്ടാമത് വിവാഹം ചെയ്തതിന് ശേഷം ആ സഹോദരിയെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കരിയാപ്പല പോലെ വലിച്ചെറിഞ്ഞ ഒരു വൃത്തികെട്ട പരനാറിയാണ് ഇവനെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവൻ മക്കത്ത്, പരിശുദ്ധമായിട്ടുള്ള മക്കയിലിരുന്ന് ഖുർആൻ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഈ സഹോദരിക്ക് സത്യം ചെയ്തു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതുപോലുള്ള ചില പരനാറികൾ ഈ സമുദായത്തിലുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവരെയൊക്കെ തുറന്ന് കാണിക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഇസ്ലാം നാമധാരിയായിട്ടുള്ള ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ മുഴുവൻ ഇസ്ലാമിൻ്റെ നെഞ്ചത്തേക്ക് കൊണ്ടുവെക്കാൻ കാത്തു നിൽക്കുന്ന, കണ്ണുകളുമായി കാത്തു നിൽക്കുന്ന ചില വൃത്തികെട്ട ഓൺലൈൻ മാധ്യമ തമ്പ്രാക്കന്മാർ വാഴുന്ന ഈ ഒരു നാട്ടിൽ ഇത് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ വേറൊരു രീതിയിലേക്ക് ഇതിനെ കൊണ്ട് എത്തിക്കും. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സഹോദരങ്ങൾ എനിക്കുണ്ട് അവിടെ. നിങ്ങളൊക്കെ ഇത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പരനാറിയെ ഇനി ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ അനുവദിക്കരുത് എന്നുകൂടെ ഞാൻ ആദ്യം തന്നെ ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ എന്നെ ഈ പറയപ്പെടുന്ന സഹോദരി എന്നെ വിളിച്ചിരുന്നു. അവരുടെ പേര് വെളിപ്പെടുത്താനോ അവരുടെ ഫോട്ടോ കാണിക്കാനോ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആ സഹോദരി എന്നെ വിളിച്ച് വളരെ വിഷമത്തോടുകൂടിയാണ് സംസാരിച്ചത്. അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളൊന്ന് കേൾക്കണം. കാരണം ഇവൻ്റെ ആദ്യത്തെ ഭാര്യയുടെ സമ്മതപത്രം ഈ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആദ്യ ഭാര്യ കൊടുത്തിട്ട് പറയുന്നത്, എൻ്റെ ഭർത്താവ് ജംഷിദ് ഈ പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, പ്രയാസങ്ങളുമില്ല. ഇനി ഞാൻ മരണം വരെയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല എന്ന് ഈ പെൺകുട്ടിയുടെ പേരെഴുതി ഒപ്പിട്ടിട്ടുള്ള ഇതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ സ്ത്രീ എന്ന് പറയുന്നത് അതെന്തോ ഒരു ഉപയോഗ വസ്തുവാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തള്ളിക്കളയണം എന്ന് വിചാരിക്കുന്ന ഒരു പരനാറിയാണെന്ന്. ഇവൻ 1, 2, 3 ഒതുങ്ങി നിൽക്കുന്നവനല്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവൻ ഇപ്പം പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരു ക്രൈസ്തവ സഹോദരിയുമായിട്ട് ഇവൻ അടുപ്പത്തിലാണ്. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഫോട്ടോ. അപ്പം ഇതിനകത്തും ഇവൻ നിരന്തരം ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ സഹോദരിയോട് പറയാണ്, ഇനി നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിനെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അവർക്കിപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ല. ഈ പെൺകുട്ടി ആദ്യം ഒരു വിവാഹം കഴിച്ച് ഭർത്താവ് മരണപ്പെട്ടു പോയി. ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ജീവിതം വേണം എന്ന് ആഗ്രഹിച്ച് ആണ് ഇവൻ്റെ കൂടെ പോകുന്നത്. അങ്ങനെ ഒരുപാട് സഹോദരികൾ പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പൊതുസമൂഹത്തോട് വന്ന് വിളിച്ചു പറയാൻ നമ്മുടെ സഹോദരിമാർ തയ്യാറാകാത്തതുകൊണ്ടാണ് ഇതുപോലുള്ള പരമനാറികൾ, കല്യാണ വെട്ടിപ്പ് വീരന്മാർ, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ അസുഖം തീർക്കാൻ വേണ്ടി എന്താ പറയുക, ഇതുപോലെ സ്ത്രീകളെ ഉപയോഗിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വലിച്ചെറിയുന്ന പ്രവൃത്തി കാണിക്കുന്ന ഈ പരനാറികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ പരിസരങ്ങളിൽ ഇതുപോലുള്ള നാറികളുണ്ട്. ഇവനെയൊന്നും നിയമത്തിൻ്റെ മുന്നിൽ ഒരു ഉണ്ടയും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവനെയൊക്കെ നല്ല രീതി പെരുമാറണം. ഇവനൊന്നും ഇനി ഒരു സ്ത്രീ എടുത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള തോന്നിയാസം കാണിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ ഈ സമൂഹത്തിൽ നല്ലവരായിട്ടുള്ള ജനങ്ങൾ കൈകാര്യം ചെയ്യണം. ഇനി നമുക്ക് ആ സഹോദരി വളരെ വിഷമത്തോടുകൂടി
എന്നോട് സംസാരിക്കുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾ ഇതിന് കൃത്യമായ രീതിയിൽ കമൻ്റ് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ അയച്ചു കൊടുക്കണം. ഇതുപോലെ ഇനി ഒരു സ്ത്രീയും ഈ സമൂഹത്തിൽ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. എന്തായാലും ഹലോ ഹലോ ആരായിരുന്നു? ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സബീനത്തെ നമ്പർ എന്നിട്ട് വിളിക്കുന്നതാണ്. പറഞ്ഞോളൂ എന്തായിരുന്നു? അത് നമസ്കാരം പറയാനൊന്നുമില്ല. സബീനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതില് പോയത് പോയി, എന്റെ ജീവിതവും പോയി, എന്റെ 5 വർഷം എല്ലാം പോയി. പക്ഷെ അതില് വേറെ ഒന്നുമില്ല. ഇനി ഇതുപോലത്തെ ഒരു അവസ്ഥ, അതായത് ജീവിതത്തിന്റെ മരണത്തിന്റെ അവസ്ഥയിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു പെണ്ണിന് ഇതുപോലത്തെ ഒരു അവസ്ഥ വരരുത്. പേരെന്താ? പേര് പറയാൻ പറ്റൂലേക്കാ. അങ്ങനെയാണ്, പേര് ആക്കാൻ പറ്റൂല. പക്ഷെ ഈ വേറെ ഒന്നിനും വേണ്ടിയില്ലേക്കാ. ഇനി ഇവന്റെ ചതിയിൽ ആരും വീഴും. പുള്ളിയുടെ പേരെന്താ? ജംഷീദ്. മലപ്പുറം സൗദിയില. ഞാൻ 5 വർഷം മക്കത്തോണ്ട് വൈഫാണോ? രണ്ടാമത് കല്യാണം കഴിച്ചത് മക്കത്തോണ്ട് വെച്ച് നിക്കാതെ നടത്തിയതാണ്. നാട്ടില് മാരേജും ചെയ്തിട്ടുണ്ട്. പക്ഷെ 5 വർഷം ഒരു അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം രാവിലെ എല്ലാ ഡോക്യുമെന്റ്സും സബീനത്ത് അയച്ചു തരും. വേറെ അങ്ങനെ കാരണങ്ങളായിട്ട് പറയില്ല വ്യവസ്ഥ. ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് പറഞ്ഞു, നീ നിന്റെ ആരുമല്ല, എനിക്ക് നിന്നെ വേണ്ട. എന്താണ് കാരണം? ഞാൻ ചെയ്ത തെറ്റ് എന്താണ്? എന്നിലുള്ള ഭാഗപ്പിഴ എന്താണെന്ന് പോലും, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കാൻ എന്താണ് കാരണമെന്ന് പോലും പറയാൻ മനസ്സ് കാണിക്കാത്ത ഒരു പകൽമാന്യൻ. രണ്ടാമത്തെ വൈഫാണോ നിങ്ങൾ? ആദ്യം കെട്ടിയത് ബന്ധം കഴിഞ്ഞാണോ? എന്റെ ഭർത്താവ് മരിച്ചു പോയതാണ്. അല്ലല്ല, ഈ ജംഷിദിന്റെ ആദ്യത്തെ ഭാര്യ? അല്ലല്ല, ജംഷിന്റെ ഭാര്യയുണ്ട്. ജംഷിന്റെ ഭാര്യയ്ക്ക് അറിയാം, കുടുംബത്തിനറിയാം. ജംഷിന്റെ കുടുംബത്തിന് ഞാൻ പോയി താമസിച്ചിട്ട് 3 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ജംഷിന്റെ ഭാര്യയ്ക്ക് അറിയാം. അല്ല, ജംഷിന്റെ ഭാര്യയുടെ സമ്മതപത്രം തന്നിട്ടുണ്ട്. സമ്മതപത്രം എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യാനല്ലേ നിൽക്കുള്ളൂ എല്ലാവരും. അപ്പം എനിക്ക് മാനസികമാണ്, ഞാൻ ഹണി ടോപ്പിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമമാണ്, ഇതൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു. എന്തോ പറഞ്ഞിട്ട് പോയിട്ട് കാലം അടച്ചവനവനായിട്ടൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. കാരണം ചെയ്ത് കൂട്ടിയത് എന്നെ ദുബായിൽ നിന്ന് സൗദി അറേബ്യയിൽ വിളിച്ചു വരുത്തിയിട്ട് ഒരു അറബിക്ക് എന്നെ കൊടുത്തവനാ. അവിടെ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു വന്നവളാ ഞാൻ. ഈ കൂടുതലൊന്നും പറയാനില്ല നഹസിക്ക. അതുകൊണ്ടിട്ട് സൗദിയിലാണ് ഇവൻ എന്താണെന്നുള്ള എനിക്ക് ഇല്ല, കുട്ടികളില്ല. ഇവൻ എന്താണെന്നുള്ള ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കണം. ഇനി ഒരു വിധവകൾക്കും ഒരു ജീവിതം ആഗ്രഹിച്ച് പോയതാണ്. പരിശുദ്ധമാക്കപ്പെട്ട കൗബയിൽ കൊണ്ടുവച്ച് നിൽക്കാതെ നടത്തി ഏത് പെണ്ണുങ്ങളാ നവാസിക്കാൻ വിശ്വസിക്കാതിരിക്കണേ. അതിനേക്കാൾ വലിയ എത്രമാത്രം പടച്ചോനെയും സാവിലടിച്ചും സ്വന്തം ഉമ്മാനെ വാപ്പാനെ കൊണ്ടും സ്വന്തം ഭാര്യനെ കൊണ്ടും സ്വന്തം മക്കളെ കൊണ്ടും എത്രമാത്രം സത്യങ്ങളാ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. തന്നെയാണ് പുള്ളി വിവാഹം കഴിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം. അവന്റെ വീട്ടിൽ ഞാൻ 3 ദിവസം താമസം ഉണ്ടായിരുന്നു. എല്ലാവർക്കും നാട്ടിലാണോ ഉള്ളത്? ഞാൻ നാട്ടിലാണ്. എനിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയല്ല നവാസിക്ക. എന്റെ ഇപ്പൊ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം എന്റെ 5 വർഷം പെട്ടെന്നൊരു ഒരിക്കലും ഇങ്ങനെ എല്ലാം അറിയാൻ ഒരുപാട് വൈകിപ്പില്ല. അതാണ് സംഭവിച്ചത്. കൂടുതലും ഈ സ്ത്രീകൾ അഭിമാനം നോക്കി ആരോടും ഇത് പുറത്ത് പറയാറില്ല. അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് തന്നെ. അല്ലല്ല, ഇത് പറയണല്ലോ വസീകരണെന്നറിയോ, ഇത് ഞാൻ ഒരു പെണ്ണല്ല, ഞാനും അവന്റെ ഭാര്യ, ഞങ്ങൾ 2 ഭാര്യമാര്. അതല്ലാണ്ട് ഇപ്പോ ഒരു കോന്നിയിലുള്ള ഒരു അച്ചായത്തിയായിട്ടാണ് ഇപ്പൊ അത് അവന്റെ ഫോണിൽ തന്നെ തെളിവുകൾ ഉൾപ്പെടെ എല്ലാം എനിക്ക് കിട്ടി. അതിലുപരി അവരൊന്നും അല്ല, വേറെയും ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്നും സബീനകത്ത് പോലും പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ കുടുംബമായി ജീവിക്കുന്നവരാ. ആ പേരുകളും ബാക്കി പല തെളിവുകളും ഞാൻ പുറത്തു വിട്ടാൽ നവാസിക്ക പിന്നെ ഇവനെന്ന് പറഞ്ഞ വ്യക്തി ഇല്ല. ഞാനതൊന്നും ചെയ്യില്ല. കാരണം അവനൊരു കുടുംബവും മക്കളും കുടുംബം എല്ലാം ആയിക്കോട്ടെ. അവൻ ചെയ്തതിന് എന്തിനാ അവരെ കൂടി? അതുകൊണ്ട് മാത്രമാണ് നവാസിക്കാനാ വേറൊന്നും സബീനകത്തോട് പോലും പറയാത്തത്. ഇനി പക്ഷെ ഇപ്പൊ ഞാൻ ഇത്രയും പറയുന്നത്, ഇനി ഒരു പെണ്ണിന് ഇതുപോലത്തെ അവസ്ഥ, അതായത് ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, മരണത്തിന്റെ വക്കിലെത്തിപ്പെടുന്ന ഒരവസ്ഥ ഇനി ഒരു പെണ്ണിന് ഈ ദുനിയാവില് എവന്റെ വഴിയിൽ വീണിട്ട് വരാൻ പാടില്ല. നിങ്ങൾ ആ ഓഡിയോ കേട്ടല്ലോ അല്ലേ? വലിയ സങ്കടത്തോട്. കാരണം ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ഒരാള് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് മരണം വരെയും കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ച് ഇവൻ മക്കത്തിരുന്നുകൊണ്ട് സത്യം ചെയ്യുന്നതെല്ലാം നിങ്ങൾ കണ്ടു. ഇവന്റെ ആദ്യ ഭാര്യ സമ്മതപത്രം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു. ഇനി ഇതിവൻ തന്നെ എഴുതി ഉണ്ടാക്കിയതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും പ്രലോഭനങ്ങളിലൂടെ സ്ത്രീകളെ വശത്താക്കുന്ന ഇതുപോലുള്ള കല്യാണ തട്ടിപ്പ് വീരന്മാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസത്തിൽ ഇത്തരത്തിൽ തെമ്മാടിത്തരവും തെണ്ടിത്തരവും കാണിക്കുന്നതിനൊക്കെ
ആ മതവിവാഹത്തിൽപ്പെട്ടവർ തന്നെ വിമർശിച്ച് ഇവനിക്കൊക്കെ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി എന്തെങ്കിലും ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ഇത് മൊത്തത്തിൽ വലിയൊരു സംഭവമാക്കി മാറ്റാൻ വേണ്ടി നടക്കുന്ന ചില നാറികൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. ഈ വീഡിയോയിൽ ആ സഹോദരി പറയുന്നത് നിങ്ങൾ കേട്ട്, ഇനി ഒരു സ്ത്രീക്കും ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരു കാരണവുമില്ലാതെ 5 വർഷം കൂടെ ജീവിച്ചിട്ട് ആ പെൺകുട്ടിയെ ഒഴിവാക്കുന്ന ഈ ഒരു പ്രവണത, ഈ നാറിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ആരെങ്കിലും സൗദിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാ കുമ്മനിടി ഇവനകത്ത് കയറ്റി ഇടിക്കുക എന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ഒരു പെണ്ണിനെ ഇവൻ കണ്ണുകൊണ്ട് പോലും നോക്കാൻ പാടില്ല. അത്തരത്തിൽ ഇവനെ കൈകാര്യം ചെയ്യണം. അതാണ് എൻ്റെ ഒരു പോളിസി എനിക്ക് പറയാനുള്ളത്. കാരണം ഇതുപോലുള്ള സഹോദരിമാരെ ഇനി ഒരിക്കലും ഒരുത്തനും വഞ്ചിക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലുള്ള അല്ലെങ്കിൽ GCC കൺട്രിയിലുള്ള നിങ്ങളെല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് ഈ നാറിനെ ആ ജോലിയിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി ഇവനെ നാട്ടിലേക്ക് കയറ്റിവിടുക. ഇവനൊക്കെ നരകിക്കണം. ഈ സ്ത്രീ സമൂഹത്തോട് ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു നാറിയും ഇങ്ങനെ ജീവിക്കാൻ പാടില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും